ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലേക്ക് വിരുന്നിറക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ്. അപ്പോൾ എല്ലാ പാർട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പൊറുക്കിയാണ്ട് എടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇത് ഈ ന്യൂസ് ഉണ്ടല്ലോ, അവിടെ കുട്ടിക്ക് അമ്മന് ചെറിയ മോനുണ്ട്. അപ്പോൾ മോന് ഫുഡ് കൊടുക്കുമ്പോൾ മോൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ എല്ലാവർക്കും പിന്നെ കുട്ടികളാവുമല്ലോ നമ്മളൊക്കെ ഭയങ്കര ഇതിൽ. പിന്നെ ഈ സെറ്റിൻ്റെ പണി പറഞ്ഞാൽ ഈ പ്രായം ഉപ്പും മുളകും പൊടി ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ മാങ്ങയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നാണ്. അപ്പോൾ അവിടെ മാങ്ങല്ല, മുത്താപ്പാൻ്റെ വീട്ടിൽ ചെറീസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് അതൊക്കെ കൊടുന്നാണ്ട് ഓരോ ഇങ്ങനെ റെഡിയാക്കാം കേട്ടോ. പിന്നെ അമ്മായിയാൾ വന്ന് കണ്ട് അമ്മായിയാൾ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കണം ഒരമ്മായി ഇവിടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓല തന്നെ വന്ന് ഓലക്കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ചാണ് കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ ഈ നോസൂട്ടും ആ മിക്സും കാര്യമൊക്കെ റെഡിയാക്കിയപ്പോൾ ഓല സിറ്റോട്ട് പോയി കണ്ട് ഓല മൂന്നാളാണ് കേട്ടോ ഒരു സെറ്റ്. ഓല അത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കണ്ടാന്ന് കാണിച്ചുണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാട്ടിയൊക്കെ തന്നിട്ടൊന്ന് ഇങ്ങനെ കുറച്ച്. പക്ഷെ ഞാനെടുത്തപ്പോത്തിന് എന്താ പറയുക മിസ്സായി, ഞാൻ രണ്ടാമതൊന്നും കൂടി കാട്ടിത്തരാൻ പറഞ്ഞതിൽ ഓൾ കാട്ടിത്തരാണ് കേട്ടത്. പിന്നെ അന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി കേട്ടോ, നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരമ്മായി നെയ്ച്ചോറ് ഉണ്ടാക്കി, മറ്റേ അമ്മായി ഇവിടെ എന്താ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുക. എന്നിട്ട് ഞാൻ തിളക്കാണ്ട് ഞാൻ പറഞ്ഞത് ഞാനാണ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോയിൽ പറയുന്നൊക്കെ പറഞ്ഞാണ്ട് അന്നായിക്കോട്ടെ എന്നൊക്കെ ഒരു അമ്മായി ഇങ്ങനെ ഇതാക്കിയതാട്ടോ. പിന്നെ കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ദോശയായിരുന്നു. അപ്പോൾ അതിനുള്ള അരിയൊക്കെ ഇട്ടിക്കണേ. പിന്നെ ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കാൻ പറഞ്ഞ് അതിനുള്ള ഗ്രീൻ പീസ് ഇട്ടിക്കണേ. നമ്മളെ അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആവണുള്ളൂ കേട്ടോ. അപ്പോഴൊക്കെ ഇതാക്കണം നമ്മളെ കിച്ചൺ ഏകദേശം ഈ കോലയ്ക്കണം കേട്ടോ. നമ്മളെ വീട്ടിൽ കുറച്ച് വീതനം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഓഫ് സാധനമാണ്. പിന്നെ കുട്ടിപ്പട്ടാള ഇതാക്കണ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ അങ്ങനെ കളിക്കാൻ പോയി. പിന്നെ രാവിലെ അന്ന് പുട്ടും ദോശയും കേട്ടോ. പുട്ടും ദോശയും ഗ്രീൻ പീസ് കൊണ്ട് കറിയും പിന്നെ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ അതൊക്കെയാണ് രാവിലെ. പിന്നെ ഇനും ഓളപ്പിച്ച് വന്നപ്പോൾ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ ഉപ്പാൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുക കേട്ടോ. പിന്നെ രാവിലെ റൂമൊക്കെ ആകെ പെരന്നിറക്കുമല്ലോ, എല്ലാവരും വന്ന് ഫുള്ളായിട്ട് കിടന്നല്ലേ. അപ്പോൾ എൻ്റെ റൂം ഞാൻ ക്ലീൻ ആക്കാണ് കേട്ടത്. ഞാൻ കിടന്ന റൂം ഞാനിപ്പോൾ അന്നിട്ടും കൂടി ഇന്ന് കിടന്നില്ല, ഞാനും ഇനും അതിനൊക്കെ. അപ്പോൾ ആ റൂം റെഡിയാക്കാം കേട്ടോ. നല്ല ഭംഗി, എനിക്ക് ഫുള്ളായിട്ട് അത് എടുക്കണം എന്നുണ്ടായിരുന്നു, എല്ലാവരും കിടക്കേണ്ടതും ആ രാത്രി ഫുള്ള്. പക്ഷേ അത് നമുക്കിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ യൂട്യൂബിൽ വരുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക അല്ലാതെ വലിയ കുഴപ്പമില്ല, ഇങ്ങനെ കിടക്കേണ്ട ടൈമിൽ അങ്ങനെ ഒന്നും ആയപ്പോൾ അത് നിർക്കണ്ടായിരുന്നു കണ്ട് ഞാൻ നിർത്തിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അറിയോ, ഇങ്ങനത്തെ ടൈപ്പ് പുൽപ്പായി നിങ്ങളൊക്കെ വീട്ടിലുണ്ടോ എന്നാണ്. ഈ പുൽപ്പായി കണ്ടപ്പോൾ എൻ്റെ അമ്മയാൾക്കൊക്കെ അത്ഭുതം എന്നിട്ട് ഇപ്പോഴും ഉണ്ടോ പുൽപ്പായി, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും പുറത്ത് എനിക്ക് പുൽപ്പായി കിട്ടിയെന്നൊക്കെ ഇങ്ങനെ അമ്മനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് നിൽക്കാണ്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കണ്ടേ. എല്ലാ പണിയും അമ്മായിയാളും കുഞ്ഞാമ്മയൊക്കെ എടുക്കണം. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിൽക്കണ്ടേ കണ്ട് ഞാൻ വേഗം പത്ത് മടക്കേക്കാൻ പോകുന്ന കേട്ടോ. അതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ. അങ്ങനെ പതപ്പൊക്കെ ഇങ്ങനെ മടക്കാണ് കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ റൂമൊക്കെ ഏകദേശം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ക്ലീൻ ആക്കിയിട്ടോ. നമ്മൾ 7 സ്റ്റാർ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ലാതെ ഒപ്പിച്ചിട്ടോ. പിന്നെ അന്ന് പായസം ഉണ്ടാക്കിയിട്ടോ. ഇവിടെ അടപ്പായസം, പിന്നെ ബിരിയാണിയൊക്കെ എന്താ പറയുക കൊടുന്നിക്കാം കേട്ടോ. എൻ്റെ അപ്പാക്ക് കാറ്ററിംഗ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൊടുന്നിക്കാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെമ്പ് പൊട്ടിക്കുമ്പോൾ ആവി പറക്കണ വീഡിയോ ഒക്കെ എടുക്കണമൊക്കെ കരുതിയേനെ. പക്ഷെ നമ്മളെല്ലാവരും കൂടിയപ്പോൾ ഞാൻ വർത്തമാനത്തിലിരുന്ന് അപ്പോഴത്തിന് എല്ലാവരും പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ്. പിന്നെ ബീഫ് ബിരിയാണിയും അച്ചാറും തൈരൊക്കെ കഴിക്കാണ്ട് എല്ലാവരും ഇങ്ങനെ കഴിച്ച്. പിന്നെ പപ്പട പരിച്ചനൊക്കെ എടുത്ത അമ്മായികൾ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പപ്പട പരിച്ചന വരെ ചുരുക്കാണെന്ന് ചോദിച്ചിക്കാണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ പായസമൊക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പൊയ്ക്കൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഓക്കെ.